ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുക്കാനായിട്ട് പോണത് ഈ ഒരു കായയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇത് വാങ്ങി വെച്ചപ്പോൾ ഒക്കെ പേര് ഓർമ്മയുണ്ടായിരുന്നു. കായ ഉണ്ടായി വന്നപ്പോൾ ഈ തൈൻ്റെ പേര് അറിയണില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പച്ചയ്ക്കോ പഴുത്തിട്ടോ ഒക്കെ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ പറ്റും, ഉപ്പിലിടാൻ പറ്റും. ഒരു നെല്ലിക്കയൊക്കെ ഉണ്ടല്ലോ, അരിനെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് കഴിക്കണ പോലെയൊക്കെ ഉണ്ടാവും. ഇത് പുളിയും ഒക്കെ ഉള്ളതാണിത്. അധികം മധുരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൂടുതലും ഉപ്പിലിട്ടോ ചമ്മന്തി അരച്ചിട്ടൊക്കെ തന്നെയാണ് കഴിക്കാൻ പറ്റുക. പക്ഷേ ഇത് ചിലവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, വെറുതെ കഴിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക്, എറണാകുളത്തുള്ള ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വെറുതെ തിന്നാനായിട്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ആവണ സമയത്ത് ഇത് അങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരലോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ബഹ്റിനിൽ. അപ്പോൾ അവൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനും ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ അവിടെ ഉണ്ടാവുന്ന സമയത്ത് ഇവരൊക്കെ ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ സാഹചര്യം ശരിയാവാറില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് പച്ചയും പഴുത്തതൊക്കെ ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ച ചെറുതാണ്, അപ്പോൾ ഞാൻ കൂടുതൽ പഴുത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് പച്ചമുളക് പൊട്ടിക്കാം, നമുക്ക് കാന്താരി മുളക് പൊട്ടിക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ. മുളകൊക്കെ ഇപ്പോൾ വെയിൽ കാരണം അധികം ഉണ്ടാവണില്ല കേട്ടോ. നനച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവൽ കുറവാണ്. അപ്പം എന്തായാലും ഉള്ളതെന്ന് നമുക്ക് കുറച്ച് മൂത്തത് നോക്കി ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. കാന്താരി മുളകോ വെള്ളമുളകോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം. ഞാൻ മുളക് ഇട്ടപ്പോൾ വീഡിയോ ഓണല്ലായിരുന്നേ, അപ്പോൾ വീണ്ടും ഇട്ട് കാണിക്കുന്നതാണിത്. നമുക്ക് പച്ചമുളക് ഇതിലേക്ക് അധികം ആവശ്യമില്ല. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഇതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ചാലോ? ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 സാധനം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കായയുടെ ഉള്ളിൽ കുരു ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചമ്മന്തി ആയതുകൊണ്ട് നമ്മളത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഇനി പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കൊണ്ടാട്ടമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സുനിലേട്ടൻ്റെ അനിയൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കുഞ്ഞുമോൻ കൊണ്ടുവന്ന കൊണ്ടാട്ടമുളകാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം എരിവൊന്നുമില്ലാത്ത കൊണ്ടാട്ടമുളകാണ് കേട്ടോ. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങ ചേർത്തിട്ട് ചമ്മന്തിയുടെ പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.